قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ചയിലെ ദർസുകളുടെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ പ്രധാന സംഭവവികാസങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വഫാത്തിന് മുമ്പ് ഒരുക്കി നിർത്തിയിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറഞ്ഞേക്കുക എന്നതായിരുന്നു. അതിൻ്റെ സൽഫലങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി. അറബികളെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ മദീനയിൽ ശക്തമായ ഒരു സൈന്യവും വിശ്വാസികളുടെ ഐക്യവും നല്ല നിലയിൽ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്തരത്തിലൊരു സൈന്യത്തെ നിയോഗിക്കാൻ സാധിച്ചത് എന്ന് അവിടങ്ങളിലെല്ലാം നല്ല പ്രചാരം ലഭിക്കുകയും മദീനയുടെ വിദൂര പ്രദേശങ്ങളിലുള്ള പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനോ അതല്ലെങ്കിൽ സക്കാത്ത് നിഷേധിക്കാനോ ഒക്കെ തുനിഞ്ഞിരുന്ന ആളുകൾക്ക് അതുവഴി മനസ്സിന് സമാധാനം ലഭിക്കുകയും അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ ആ സൈനിക നീക്കം കാരണമായി എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ മനസ്സിലാക്കിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിര്യാണ ശേഷം അറബികളിലെ പ്രമുഖരായ ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പലപ്പോഴും അവരുടെയൊക്കെ നാടുകളിൽ ഉദയം ചെയ്ത കള്ളപ്രവാചകന്മാരുടെ കൂടെ കൂടുകയുണ്ടായി. വേറെ ചില ആളുകൾ ഇസ്ലാമിൽ തുടരുന്നുവെങ്കിലും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതായ സക്കാത്ത് നിഷേധിച്ചുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇതൊക്കെ ഉണ്ടാവാൻ പലപ്പോഴും എന്തുകൊണ്ടാണ് മുസ്ലിമായ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിര്യാണ ശേഷം പുറത്തു പോയത്, എന്തുകൊണ്ടാണ് സഹാബിമാരെങ്ങനെ മുർത്തദ്ദാവുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകൾ മക്ക, മദീന, തായിഫ്, ഹിജാസ് പ്രദേശങ്ങളിലായിരുന്നില്ല ഇത്തരം അസുഖങ്ങളും മതപരിത്യാഗവും ഒന്നും സംഭവിച്ചത്. മറിച്ച് ഇസ്ലാമിൻ്റെ ക്യാപിറ്റലുകളിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിലായിരുന്നു അതൊക്കെ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് അറാബികൾക്കിടയിലായിരുന്നു, ഗ്രാമീണ ഗോത്രങ്ങൾക്കിടയിലായിരുന്നു അത്തരത്തിലുള്ള മതപരിത്യാഗവും കള്ളപ്രവാചകന്മാരുടെ കൂടലുമുണ്ടായത് എന്ന് കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീനിനെ ശരിയായി അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള സമയം അവർക്ക് ലഭിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ഫത്തഹിന് ശേഷം പല ഭരണാധികാരികൾക്കും രാജാക്കന്മാർക്കും കത്തെഴുതിയിരുന്നു. അത് കണ്ട് മുസ്ലിമായ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീനിനെ ആഴത്തിൽ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള അവസരം അവർക്ക് ലഭിച്ചിരുന്നില്ല. ചില ആളുകൾ തെറ്റായിട്ടായിരുന്നു ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഷഹാദത്ത് കലിമ അംഗീകരിക്കാം, നമസ്കരിക്കാം, നോമ്പ് പിടിക്കാം, ഹജ്ജ് നിർവഹിക്കാം, പക്ഷേ സക്കാത്ത് നൽകുകയില്ല എന്ന് വാശി പിടിച്ചത്. ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാൾക്ക് അങ്ങനെ വാദിക്കാൻ, സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾക്കറിയാം.
അതേപോലെ തന്നെ അറബികളുടെ സാമ്പ്രദായികമായി അവർ ശീലിച്ചിരുന്ന ഗോത്ര മഹിമയും പരസ്പര മത്സരവും അങ്ങനെ കള്ളപ്രവാചകന്മാരുടെ കൂടെ കൂടുവാനോ അല്ലെങ്കിൽ മുർത്തദ്ദാകുവാനോ ഉള്ള കാരണമായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തുലൈഹത്തുൽ അസദ് ഗോത്രക്കാരാണ് അവൻ്റെ കൂടെ കൂടിയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ റബിയ ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം മുദർ ഗോത്രമാണ്. അവർ കാണുന്നത് മുദർ ഗോത്രക്കാർ റബിയ ഗോത്രക്കാരെയും താഴേക്കിടയിലുള്ള ആളുകൾ എന്നാണ് അവർ നോക്കിക്കണ്ടിരുന്നത്. അതുകൊണ്ടാണ് തൊലേഹയെ സന്ദർശിച്ചുകൊണ്ട് ഉയൈന ബിൻ ഹുസൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പല സമയവും വന്ന് റസൂലിനെ നന്നായി പരിചയപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് റബിയ ഗോത്രക്കാരനായ പ്രവാചകനെയാണ് എനിക്ക് മുദർ ഗോത്രക്കാരനായ പ്രവാചകനേക്കാളും സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമ്മതനായ വ്യക്തിയായി അദ്ദേഹം കണ്ടത്. അതേപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, അവനെ സന്ദർശിക്കാൻ പോയ ഒരു വ്യക്തി അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി, അവനോട് ചോദിച്ചറിയുകയുണ്ടായി അവന്റെ പ്രവാചകത്വത്തിനെ സംബന്ധിച്ച്, വാദത്തെ സംബന്ധിച്ച്. ചോദിച്ച കൂട്ടത്തിൽ അയാൾ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ ആരാണ് വഹിയുമായി വരുന്നത്? അതിന് മുസൈലിമ പറഞ്ഞ മറുപടി, ഞാനൊരു ഇരുട്ട് മൂടിയ ഒരു രൂപമാണ് എനിക്ക് കാണുന്നത്, ആ സമയം അങ്ങനെയാണ് എനിക്ക് വഹി വരുന്നത് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവന് പൈശാചികമായ എന്തോ അസുഖമാണ് ഉള്ളത് എന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, വലാക്കിൻ കദ്ദാബു റബിയ അഹബ്ബു ഇലയ്യ മിൻ സാദിഖി മുദർ ഗോത്രത്തിലെ സത്യവാനായ പ്രവാചകനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് റബിയ ഗോത്രത്തിലെ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസൈലിമയുടെ കൂടെ അയാൾ കൂടുകയുണ്ടായി. ഇതൊക്കെ മുർത്തദ്ദായി അവർ മാറാനുള്ള കാരണങ്ങളാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക രാജ്യത്തിന് പുറത്തുള്ള അയൽവാസികളായ പേർഷ്യക്കാരുടെയും റോമാക്കാരുടെയും ഒക്കെ പങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പല ആളുകളെയും മുനാഫിക്കുകളെയൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഇളക്കി വിട്ടതൊക്കെ നമുക്ക് നബി ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതൊക്കെയായിരുന്നു അവർ മുർത്തദ്ദായി പോകാനുണ്ടായ കാരണം. അതല്ലാതെ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാൾ, ഇസ്ലാം മനസ്സിൽ പ്രവേശിച്ച ഹൃദയത്തിലേക്ക് കടന്ന ഒരാൾ പിന്നീട് ഇസ്ലാം ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു സംഭവം സംഭവിക്കുകയില്ല. അതാണല്ലോ ഹിർക്കൽ ചക്രവർത്തിയോട് അബൂ സുഫിയാൻ പറഞ്ഞത്. ഹിറക്കൽ ചോദിക്കുകയുണ്ടായി, ഈ മതം മുഹമ്മദിൽ വിശ്വസിച്ച ആരെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? അതിന് അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. അതാണ് ഇസ്ലാം ദീനിന്റെ പ്രത്യേകത. ഈമാൻ സത്യമാണ്, അള്ളാഹു സത്യമാണ്, പ്രവാചകന്മാർ ഹക്കാണ്, സ്വർഗവും നരകവും ഹക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് സത്യമല്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവുക ഒരാൾക്കും സാധ്യമല്ല. ഇതാണ് മുർത്തദ്ദായി മാറാനുണ്ടായ കാരണങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് അവർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്നാണ്. ആ കാലഘട്ടത്തിൽ ഷിയായിസം ഉടലെടുത്തത് മുതൽ തന്നെ അവർ പ്രചരിപ്പിക്കാറുള്ള ചില ഊഹാപോഹങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി നടത്തിയ കൂട്ടക്കൊലകളായിരുന്നു മുഹാറബത്തുൽ മുർത്തദ്ദീങ്ങളോടുള്ള യുദ്ധവും സമരവുമൊക്കെ. അതല്ലെങ്കിൽ അവർ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചിരുന്നു. അതിന് പ്രചാരം ലഭിക്കുകയും ഇന്ന് ചില ആളുകളൊക്കെ അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ വധിക്കേണ്ടിയിരുന്നില്ല, യുദ്ധം ചെയ്യേണ്ടിയിരുന്നില്ല, അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങളായിരുന്നു അത്തരം ഇസ്ലാമിക ഗവൺമെന്റിനെതിരെയുള്ള നീക്കങ്ങൾ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല. അവർ മുർത്തദ്ദായി മാറുകയും മദീനയിലുള്ള ഖലീഫയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അവസ്ഥയിലുമായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്ന് നമുക്ക് വ്യക്തമായി തന്നെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം പുറപ്പെട്ടു എന്നത് കേട്ടതോടുകൂടി മദീനയിലേക്ക് ഇങ്ങനെയുള്ള ഗോത്രക്കാരുടെ പ്രതിനിധികൾ കടന്നു വരികയാണ്. അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ചർച്ച നടത്തുകയുണ്ടായി. അബസ് ഗോത്രക്കാർ, അതേപോലെ തന്നെ ദുബിയാൻ ഗോത്രക്കാർ, തുലൈഹത്തുൽ അസദ് ഗോത്രക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ട് അവർ പറഞ്ഞത്, നമ്മൾക്കിടയിൽ നമുക്കൊരു യോജിപ്പിലെത്താം, ഞങ്ങള് സകാത്ത് മാത്രം നൽകുകയില്ല, മുസ്ലിങ്ങളായി തുടരാം എന്നവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അപ്പോൾ അവര് പ്രമുഖരായ പല സഹാബിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ പറയുകയുണ്ടായി, അത് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് നൽകിയ മറുപടി, വല്ലാഹി ലൗ മനഊനി ഇകാനൻ അല്ലെങ്കിൽ എനാക്കൻ കാനു യുഅദ്ദൂനഹാ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ നൽകിയിരുന്നത് ഒരു ചെറിയ ഒട്ടകത്തിന്റെ കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറായിരുന്നുവെങ്കിൽ അത് നൽകാൻ വിസമ്മതിച്ചാൽ പോലും അത് ലഭിക്കുന്നത് വരെ ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യുമെന്ന്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖണ്ഡിതമായി തന്നെ അവരോട് പറയുകയുണ്ടായി. അവർ പിരിഞ്ഞുപോയി. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വന്നിരുന്നത്, മുർത്തദുകൾ വന്നിരുന്നത് ഇങ്ങനെ സന്ധി സംഭാഷണത്തിന് ശേഷം ഒരു രഞ്ജിപ്പിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മദീനയെ ആക്രമിക്കണമെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുക്കിയായിരുന്നു അവർ വന്നിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ മദീനയുടെ 4 ഭാഗത്തേക്കും പ്രമുഖരായ സഹായിമാരുടെ നേതൃത്വത്തിൽ കാവൽക്കാരായ പാറാവുകാരായ സംഘങ്ങളെ നിയോഗിക്കുകയും അവരുടെ റിപ്പോർട്ട് വൈകാതെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിക്കുകയും ചെയ്തു. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ മുർത്തദ്ദുകളുടെ വലിയ സൈന്യം ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അതേപോലെ അവിടെ ബാക്കിയുണ്ടായിരുന്ന പ്രമുഖരായ സഹാബികളെയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ എത്രയും പെട്ടെന്ന് ആക്രമിക്കുകയും, പക്ഷേ കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ അവരുടെ ചില കുതന്ത്രം കാരണത്താൽ മുസ്ലിം സൈന്യം പിൻവാങ്ങുകയുമാണ് ചെയ്തത്. മദീനയിലെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈന്യത്തെ സമാഹരിച്ചുകൊണ്ട് രായ്മാനം അവരെ ആക്രമിക്കുകയും അവർ ദുൽഖസ എന്ന മദീനയിൽ നിന്ന് 10-40 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് പിൻവാങ്ങുകയും ചെയ്തു. അവരിൽ ഒരു വലിയ വിഭാഗം. മറ്റൊരു വിഭാഗം അൽ അബറഖ് എന്ന് പറയുന്ന മദീനയുടെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പിൻവാങ്ങിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ അങ്ങോട്ട് തുരത്തിയതിനു ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് ഉസാമ റളിയല്ലാഹു അൻഹു വരുന്നതുവരെ അവർ കാത്തിരുന്നു. ഉസാമ റളിയല്ലാഹു അൻഹു 2 മാസത്തിന് ശേഷം അവരുടെ ദൗത്യം വിജയിച്ചുകൊണ്ട് തിരിച്ചെത്തി. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, നിങ്ങളും കൂട്ടുകാരും വിശ്രമിക്കുക, ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുർത്തദ്ദുകളെ നേരിടാൻ വേണ്ടി ഈ ദിൽഖസ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പുറപ്പെടുകയും സഹാബിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അൻസാരികളിൽപ്പെട്ട നുഅ്മാൻ ബിൻ മുഖ്രിൻ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ സുവൈദ് ബിൻ മുഖ്രിൻ, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മുഖ്രിൻ എന്നീ പേരുകളുള്ള 3 സഹാബിമാരുടെ സഹോദരന്മാരായിരുന്നു യുദ്ധ കമാൻഡർമാർ. അവരുടെ നേതൃത്വത്തിൽ സൈന്യത്തെ തയ്യാറാക്കിക്കൊണ്ടാണ് ദുൽഖസയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയുണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുർത്തദ്ദുകളോട് യുദ്ധം ചെയ്തത് അവർ ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നതുകൊണ്ടാണ്. പലപ്പോഴും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമില്ല എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതോടുകൂടി അത്തരക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടതല്ല. മറിച്ച് ആ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ കാഴ്ചപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, മൻ ബദ്ദല ദീനഹു ഫഖ്തുലു, ആരെങ്കിലും മതപരിത്യാഗം നടത്തിയാൽ അവരെ നിങ്ങൾ കൊന്നുകളയുക എന്ന് ഹദീസിൽ വന്നതാണ്. സഹിഹായ ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസുകൾ കാണാൻ പറ്റും. പക്ഷേ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട് പലപ്പോഴും എപ്പോഴാണ് അങ്ങനെ വധശിക്ഷയ്ക്ക് ഒരാൾ അർഹരായിത്തീരുന്നത് എന്ന്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള മുർത്തദ്ദികളെ സംബന്ധിച്ചിടത്തോളം അത് പരിപൂർണമായി ഒത്തുവന്നിരുന്നു എന്നുള്ളതാണ്. ചില ഹദീസുകളിൽ കാണുന്നത് ലാ യഹില്ലു ദമു മുരിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്, 3 കാര്യങ്ങൾക്കല്ലാതെ ഒരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല എന്നാണ്. അതിലൊന്ന് അത്താരിഖു ലി ദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, മതപരിത്യാഗം നടത്തുകയും മുസ്ലിം പൊതുസമൂഹത്തിനെതിരെ ഇറങ്ങി പുറപ്പെടുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ്. പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പരിഗണിച്ച ഒരു വിഷയമാണത്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നത് മാത്രമല്ല അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്, മറിച്ച് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ പൗരത്വം ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക രൂപത്തിലുള്ള പാസ്പോർട്ടുകളോ അല്ലെങ്കിൽ പൗരത്വ വ്യവസ്ഥകളോ അല്ല അന്നുണ്ടായിരുന്നത്. മറിച്ച് മതമാണ് ഒരു ഐഡന്റിറ്റിയായി തന്നെ നിലനിൽക്കുന്നത്. മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതോടുകൂടി അയാൾ രാജ്യത്തിനെതിരായി മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ സകാത്ത് നൽകിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതോടുകൂടി ആ സമൂഹത്തിനെതിരെ തന്നെ അയാൾ നിർബന്ധിതനാവുകയാണ് പുറത്തു പോകാൻ വേണ്ടി, സമൂഹത്തിനെതിരെ കലാപത്തിന്. അതുകൂടി ഒരു കാരണമാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. റസൂലിന്റെ അടുത്ത് ബൈഅത്ത് ചെയ്തുകൊണ്ട് അയറാബി വന്നു മദീനയിൽ താമസിക്കാൻ വേണ്ടി, ഹിജ്റ വന്നതാണ്. 1-2 ദിവസത്തിനകം അദ്ദേഹത്തിന് മദീനയിലെ പകർച്ചപ്പനി പിടികൂടുകയും അയാൾ ക്ഷീണിതനാവുകയും ചെയ്തു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അഖിൽനി ബൈഅത്തി, എൻ്റെ ബൈഅത്ത് ഒഴിവാക്കി തരണം, എനിക്ക് കഴിയില്ല മുസ്ലിമായി ജീവിക്കാൻ എന്ന് അദ്ദേഹം വേവലാതിപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസമ്മതിച്ചു. അയാൾ 2-3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചത് ആവശ്യപ്പെട്ടു, എനിക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹം സ്വയം എന്നാൽ ഞാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മദീനത്തു കൽ കീരി തൻഫി ഖബസഹാ കമാ തൻഫി അൽ ഹദീസ് കമാ തൻഫിൽ കീറു ഖബസ് അൽ ഹദീദ്. ഈ ഇരുമ്പിന്റെ തുരുമ്പിനെ
ഉലയിൽ വെച്ച് കളയുന്നത് പോലെയാണ് മദീനയുടെ സ്വഭാവം. ഇവിടെയുള്ള അഴുക്കിനെ ഓട്ടോമാറ്റിക്കായി അത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അയാളെ തെരഞ്ഞു പിടിച്ചിട്ട് കൊന്നു കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും പുറകിൽ വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്ത് സ്വത്ത് വീതം വെച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീ നീതി പാലിക്കണം. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നീതിയല്ല, ഈ വീതം വെപ്പല്ല നീ നടത്തിയത് എന്ന് റസൂലിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട സഹാബിമാര് കോപം കൊണ്ട് പല ആളുകളും എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ അദ്ദേഹത്തിന് ആ മുനാഫിക്കിന്റെ തല ഞാൻ വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചില്ല. അയാള് മുനാഫിക്ക് തന്നെയാണ്, അവന്റെ പുറകിൽ നിന്ന് കുറെ ആളുകൾ വരും, അവർ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എന്ന് അംഗീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കൊല്ലാൻ കൽപ്പിച്ചിട്ടില്ല. അബ്ദുല്ലാഹ് ഇബ്നു സുലൂൽ മുനാഫിക്കളുടെ നേതാവായിരുന്നു, മദീനയിൽ ജീവിച്ച. ഒരുപാട് ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തി വെച്ച വ്യക്തിയാണ് ഇബ്നു സുലൂൽ. പലപ്പോഴും സഹാബിമാർ അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ചിരുന്നു. റസൂല് പറഞ്ഞത്, മുഹമ്മദ് തന്റെ അനുയായികളെ കൊന്നിരുന്നു എന്ന് ചരിത്രം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ കൊല്ലുന്നില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊക്കെയുള്ള മതപരിത്യാഗം നടത്തുന്ന ആളുകളെ കൊല്ലേണ്ടതും കൊല്ലേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ഖലീഫക്ക് കൂടി തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വിഷയമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾ ഫിത്ന ഉണ്ടാക്കുമ്പോഴാണ് ആ വധശിക്ഷയ്ക്ക് അവർ അർഹരായിത്തീരുന്നത്. അത് നടപ്പിലാക്കേണ്ടതും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിക ഖലീഫയാണ്. നമ്മുടെ നാടുകളെ പോലെയുള്ള ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ, ഇസ്ലാമികേതര രാജ്യങ്ങളിലൊക്കെ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവരുടെ കൊല്ലാനോ അവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം നമ്മൾക്ക് ഇല്ല എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം സാന്ദർഭോചിതമായി മനസ്സിലാക്കണം. ചുരുക്കത്തിൽ മുർത്തദുകളുമായുള്ള യുദ്ധത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുൽഖസയിലേക്കും അതേപോലെ തന്നെ അതിനടുത്തുള്ള അബറക്കിലേക്കും നിങ്ങൾക്ക് മാപ്പിൽ ആ കാര്യങ്ങൾ കാണാൻ പറ്റും. അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചു. അവിടെ വെച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മുർത്തദുകളായ ആളുകളെയും അതേപോലെ തന്നെ തുലൈഹയുടെയൊക്കെ അനുയായികളെയും അവിടുന്ന് തുരത്തി ഓടിച്ചു. അവർ പിന്നീട് ബനു അസദ് ഗോത്രക്കാരായിരുന്നു അവരിൽ ഭൂരിഭാഗം ആളുകളും. ബനു അസദ് ഗോത്രത്തിന്റെ സമീപത്തുള്ള ബുസാഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവർ പിൻവലിഞ്ഞത്. അവിടെ താമസിക്കുകയും താവളമടിക്കുകയും ഒരുമിച്ച് കൂടുകയും തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അവരവരുടെ നാടുകളിലേക്ക് പിരിഞ്ഞു പോയിരുന്നില്ല എന്നതുകൂടി സാന്ദർഭോചിതമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതോടുകൂടി അവരെ പിന്നീട് പിന്തുടർന്ന് അവർക്കെതിരെയുള്ള യുദ്ധം പൂർത്തിയാക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയും അതിന് പുറപ്പെടുകയും ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കയറി പിടിച്ചുകൊണ്ട് അവിടെ നിർത്തി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇലാ ഐന യാ ഖലീഫത്ത റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ പിൻഗാമി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ഈ സമയത്ത് പുറപ്പെടുകയും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് പിണയുകയും ചെയ്താൽ ഇസ്ലാമിക ലോകത്തിന് പിന്നെ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് പറയുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു. ഉഹദ് യുദ്ധവേളയിൽ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് മുശ്രിക്കുകളുടെ ഭാഗത്തിൽ നിന്ന് ആരാണ് ആൺകുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് ചാടിയ ഒരു രംഗമുണ്ടായിരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തടഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്ക്, ഷിം സൈഫക് വലാ തഫ്ജഅനാ ഫീക്, നിങ്ങൾ വാള് ഉറയിലിടണം, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷഹാദത്തിൽ നിന്ന് തടയുകയാണ് ചെയ്തത്. ഈ വാക്ക് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുള്ളത് അലി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കേണ്ടിയിരുന്ന ഖിലാഫത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തു എന്നാണ്. അങ്ങനെയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലങ്കയും ഇടങ്കയുമായി അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിനെയും നമ്മൾക്ക് ഈ ഘട്ടങ്ങളിലൊക്കെ കാണാൻ പറ്റും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ അത് പ്രകടമാകേണ്ട രംഗങ്ങളാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങി മദീനയിലേക്ക് മടങ്ങുകയും യുദ്ധം തുടരാൻ വേണ്ടി 11 സൈന്യങ്ങളെ തയ്യാറാക്കുകയും ചെയ്തു. പ്രമുഖരായ കരുത്തന്മാരായ 11 സഹാബിമാരുടെ നേതൃത്വത്തിൽ അറബ് ലോകത്തേക്ക് അറബികളിലെ മുർത്തദുകളെ നേരിടാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചത്. അത് നമ്മൾക്ക് ഈ മാപ്പിൽ കാണുന്ന രൂപത്തിൽ, ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായി നിയോഗിച്ചത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിനെ ഷാം ഭാഗത്തേക്കാണ് നിയോഗിച്ചിരുന്നത്, ഷാമിന്റെ അതിർത്തിയിലേക്ക്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ലെബനോനൊക്കെയുള്ള സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്താണ് ആ പ്രദേശങ്ങളുള്ളത്. അതിലെ ഖുദാഅ ഗോത്രക്കാരെ നേരിടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ 1-ാം നമ്പറായി കൊടുത്തിട്ടുള്ളത് ഖാലിദ് ബിൻ സഈദ് ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ.
അദ്ദേഹത്തിനെയും ആ പ്രദേശത്തേക്ക് തന്നെയായിരുന്നു നിയോഗിച്ചിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ അംർ ഇബ്നുൽ ആസിനെ ഖുദാ ഗോത്രക്കാരുടെ അടുത്തേക്കും, ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസിനെ ഷാമിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കും, അതേപോലെ തന്നെ മൂന്നാമത്തെ നമ്പറായി കൊടുത്തിട്ടുള്ളത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ നിയോഗിച്ചത് നേരത്തെ പറഞ്ഞ ബുസാഖ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടെന്റടിച്ചിട്ടുള്ള കള്ളപ്രവാചകനായ തുലൈഹത്തുൽ അസദിയുടെ അനുയായികളെ നേരിടാൻ വേണ്ടിയാണ്. നാലാമത്തെ നമ്പർ അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചത് ബഹ്റൈനിലേക്കാണ്. അവിടെ ഉള്ള സംഭവങ്ങൾ വിശദമായി നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കാം. അഞ്ചാമത്തേത് ഇക്രിമ ഇബ്നു അബി ജഹൽ, ഫിറഔൻ ഹാദിഹിൽ ഉമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇക്രിമയുടെ മകൻ. അദ്ദേഹം മുസ്ലിമായി, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പടനായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ നിയോഗിച്ചത് ഇസ്ലാമിന്റെ കൊടിയ ശത്രു മുസൈലിമത്തുൽ കദ്ദാബിനെ നേരിടാൻ വേണ്ടിയാണ്. പിന്നീട് അല്പസമയത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശുറഹ്ബീൽ ഇബ്നു ഹസനെയും റളിയല്ലാഹു അൻഹുവിനെയും പിന്നെ അദ്ദേഹത്തിന്റെ പുറകിൽ നിയോഗിക്കുകയുണ്ടായി. ഏഴാമത്തെ നമ്പറായി കാണുന്നത് മുഹാജിർ ബിനു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ നിയോഗിച്ചത് ഹദറമൗത്തിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന കിന്ദ, അതേപോലെ തന്നെ മഹറ ഗോത്രക്കാരൊക്കെ കള്ളപ്രവാചകനായ അസ്വദുൽ അൻസിയെയും മറ്റ് കോലത്തിലൊക്കെ മുർത്തദ്ദായി പോയ ആളുകളായിരുന്നു, അവരിലേക്ക് നിയോഗിച്ചത്. പിന്നീട് എട്ടാമത് തറഫ റളിയല്ലാഹു അൻഹുവിനെ ഹവാസിൻ ഗോത്രക്കാർ, മക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഗോത്രങ്ങളാണത്. അതേപോലെ തന്നെ തിഹാമ ഗോത്രം, അതിലുള്ള ഗോത്രങ്ങൾ, തിഹാമ പർവ്വത നിലകൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന തായിഫിന്റെ അവിടുന്ന് അങ്ങോട്ട് യമനിന്റെ ഭാഗത്തേക്കുള്ള വലിയ പർവ്വതങ്ങളാണ്. ആ ചുരങ്ങളും ഒക്കെ ഉള്ള പ്രദേശങ്ങൾക്കാണ് തിഹാമ പ്രദേശങ്ങൾ എന്ന് പറയാറുള്ളത്. അങ്ങോട്ട് പിന്നെ അതേപോലെ തന്നെ സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈന്യങ്ങളായി നിയോഗിച്ചത്. അതിന്റെ നേതൃത്വമാണ്, അതിലെ പേരുകളാണ് നമ്മൾ വായിക്കേണ്ടായത്. എന്നിട്ട് അവരാണ് പിന്നീട് മുർത്തദുകളെയും അതേപോലെ തന്നെ മുത്തനബ്ബികളെയും കള്ളപ്രവാചകന്മാരെയും നേരിട്ടത്. അതിലൊന്നാമതായി നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേരിട്ടത് തുലൈഹ അൽ അസദിയെയാണ്. തുലൈഹയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ദിൽഖസയിലേക്ക് അതേപോലെ തന്നെ അബ്റക്കിലേക്കും ഒക്കെ ഗത്തുഫാൻ ഗോത്രക്കാരെയും ബനു ഫസാറ ഗോത്രക്കാരെയും ഒക്കെ ഇളക്കി വിട്ട് മാറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ തുലൈഹ. അതിനു മുമ്പ് തന്നെ ഖന്തക്ക് യുദ്ധത്തിൽ അഹ്സാബിന്റെ കൂട്ടത്തിൽ സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോരാടാൻ വേണ്ടി വന്ന വ്യക്തിയായിരുന്നു തുലൈഹ. പിന്നീടാണ് അദ്ദേഹം ഹിജ്റയുടെ 10-ാം വർഷം മുസ്ലിമായി, അല്ലെങ്കിൽ 9-ാം വർഷം മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറെ അറാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നത്. ആ കാര്യമൊക്കെ ഖുർആനിൽ സൂചിപ്പിച്ച വിഷയങ്ങളാണ്. അവരെ സംബന്ധിച്ചാണ് കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു എന്ന് തുടങ്ങിയ സൂക്തങ്ങൾ അവതരിച്ചത്. അറാബികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങള് തണുപ്പും അതേപോലെ തന്നെ വരൾച്ചയും ഒക്കെയുള്ള ഈ പിന്നെ പ്രയാസമുള്ള ദിവസങ്ങളിൽ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, വളരെ പ്രയാസപ്പെട്ടാണ് മുസ്ലിമായത്, പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ആരെയും നിങ്ങൾ നിയോഗിച്ചില്ല എന്നൊക്കെ അവലാതി പറഞ്ഞു റസൂലിന്റെ അടുത്ത് വന്നിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടി ഇറങ്ങിയത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. അള്ളാഹു പറഞ്ഞത് കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ. നിങ്ങൾ മുസ്ലിമായ കാര്യമൊന്നും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമില്ല, മറിച്ച് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാനുള്ള ആ തൗഫീക്ക് ലഭിച്ചതിന്റെ നന്ദി പറയേണ്ടതിന് പകരം ഞങ്ങൾ ഇവിടെ എത്തിയത് വലിയ കാര്യമാണ്, ഞങ്ങളുടെ അടുത്തേക്ക് ആരെയും പറഞ്ഞയച്ചില്ല എന്ന വേവലാതിയാണ് ഈ അറാബികൾ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു ആ സൂക്തങ്ങൾ അവസാനിപ്പിക്കുന്നത് വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല ഇതുവരെ എന്നാണ്. അപ്പൊ ഇവരൊക്കെ ശരിക്കും ആവുകൊണ്ട് മുസ്ലിമായി എന്ന് പറയുകയും മനസ്സിന്റെ ഉള്ളിലേക്ക് വിശ്വാസം പ്രവേശിക്കാത്ത ആളുകളുമാണ്. സൂറത്ത് തൗബയിൽ അത്തരത്തിലുള്ള അറാബികളെ സംബന്ധിച്ച് പറഞ്ഞത് പിന്നെ അറാബികളുടെ കൂട്ടത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട് എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ആയത്തുകളും അവസാനിപ്പിച്ചത് അള്ളാഹു പറയുന്നത് കുല്ലിൽ മുഖല്ലഫീന മിനൽ അറാബ്, അറാബികളായി മുസ്ലിങ്ങളാണെന്ന് വാദിക്കുകയും ഇസ്ലാമിനെ സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്ത ആളുകളെ അള്ളാഹു പറയുന്നത്, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് കുല്ലിൽ മുഖല്ലഫീന മിനൽ അറാബ്, അറാബികളിൽ നിന്ന് അങ്ങനെ മടിയന്മാരായി അവരുടെ നാടുകളിൽ കഴിഞ്ഞുകൂടുന്നവരോട് നിങ്ങൾ പറയുക, സതുദഊന ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദ് തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ, നിങ്ങൾ പിന്നീട് അതിബലിഷ്ഠന്മാരായ ചില സൈന്യത്തിനോട് പോരാടാൻ വേണ്ടി നിങ്ങളെ വിളിക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല. എന്നാൽ ഭാവിയിൽ നിങ്ങൾ വിളിക്കപ്പെടാൻ പോകുന്നത് വളരെ ശക്തവാന്മാരായ ചില സൈന്യത്തിനോട് പോരാടാൻ വേണ്ടിയായിരിക്കും. നിങ്ങൾ ഒന്നുകിൽ അവരോട് പോരാടുക തന്നെ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഔ യുസ്ലിമൂൻ, അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങളൊക്കെ മുസ്ലിമായി നിങ്ങൾ രക്ഷപ്പെടാം, നിങ്ങൾക്ക് ആ സമയത്ത്
യുദ്ധത്തിൽ പങ്കെടുക്കാതെ എന്ന് പറയുകയുണ്ടായി. ഇത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ മുർത്തദ്ദുകളോടുള്ള യുദ്ധത്തിലാണ്. വേറെ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ അഹ്റാബികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസൈലിമയോടും തുലൈഹയോടും ഒക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് മുഫസ്സിറുകളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അതിനെ സംബന്ധിച്ചുള്ള പ്രവചനം കൂടിയാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ശരിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിന്റെ ശരിയും അതേപോലെ തന്നെ സ്വീകാര്യതയും നമുക്ക് ഈ ഖുർആനിലെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തുലൈഹയെ നേരിടാൻ വേണ്ടി, ഇതാണ് തുലൈഹയെ സംബന്ധിച്ചാണ് ഈ സൂക്തങ്ങളൊക്കെ പലതും സൂചിപ്പിച്ചിട്ടുള്ളതും അവതരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സൂക്തങ്ങൾ കേൾപ്പിച്ചത്. തുലൈഹ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു, വഫാത്തായി എന്ന് കേട്ടതോടുകൂടി അവൻ പ്രവാചകനാണ് എന്ന് വാദിക്കുകയും കള്ളപ്രവാചകത്വം വാദിച്ച് അവിടെ രംഗപ്രവേശനം ചെയ്യുകയും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ബനു അസദ് ഗോത്രക്കാർ അവന്റെ കൂടെ കൂടുകയും ചെയ്തു. ഈ മുർത്തദുകളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവരുടെയൊക്കെ നാട്ടിൽ അവരുടെ കൂടെ കൂടാതെ അവശേഷിക്കുന്ന മുസ്ലിങ്ങളെ കൊല്ലുന്നതിൽ യാതൊരു വീഴ്ചയും അവർ വരുത്തിയിരുന്നില്ല എന്നതാണ്. പല ആളുകളും മതസ്വാതന്ത്ര്യം ഇല്ല ഇസ്ലാമിൽ എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചത് എന്ന് ആക്ഷേപിക്കുമ്പോൾ അവർ കാണാതെ പോയ ഒരു വസ്തുതയാണത്. അതെന്ത്? മുർത്തദ്ദുകളായ ആളുകൾ ഞങ്ങൾ മുസ്ലിം അല്ല, ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് നിഷേധിച്ചു. അതിനപ്പുറം അവിടെ ഉണ്ടായിരുന്ന സാധുക്കളായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദിനെ നിയോഗിച്ചതോടുകൂടി തുലൈഹ ബുസാഹയിലേക്ക് രംഗപ്രവേശനം ഇറങ്ങി വരികയും യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹു 2 പ്രമുഖ സഹാബിമാരെ അവന്റെ നാട് നിരീക്ഷിക്കാൻ വേണ്ടിയും യുദ്ധത്തിന്റെ പശ്ചാത്തലമൊക്കെ അറിയാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അതൊന്ന് ഉക്കാശ ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമത്തേത് സാബിത്ത് ബിൻ അക്രം. 2 സഹാബിമാരെയും അങ്ങോട്ട് നിയോഗിച്ചു. അവർ രണ്ടാളും ചെല്ലുകയും തുലൈഹയോടും അതേപോലെ തന്നെ അവന്റെ മകൻ ഹിബാലും തുലൈഹയുടെ സഹോദരൻ സലമയും അവരെ 2 പേരെയും നേരിട്ടു. ഉക്കാശ റളിയല്ലാഹു അൻഹു തുലൈഹയുടെ മകൻ ഹിബാലിനെ ദ്വന്ദ്വയുദ്ധത്തിൽ വധിച്ചു. ആ സമയം തന്നെ തുലൈഹ ഉക്കാശയെ തലവെട്ടി അദ്ദേഹം ഷഹീദായി. പിന്നെ മുസൈലിമയും തുലൈഹയും അതേപോലെ തന്നെ സലമയും ഒരുമിച്ച് സാബിത്ത് ബിൻ അക്രം റളിയല്ലാഹു അൻഹുവിനെയും വധിച്ചു. 2 പേരും ഷഹീദായി. ഈ വിവരം സഹാബിമാർ അറിയുന്നില്ല. അവർ മുൻകൂട്ടി സൈന്യം വരുന്നതിന് മുമ്പ് അവിടെയുള്ള പരിസരമൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി വിട്ട സഹാബിമാരാണ്. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ ഉമ്മത്തിൽ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉക്കാശ എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ വദഉല്ലാഹ അൻ അകൂന മിൻഹും, ആ കൂട്ടത്തിൽ ഞാൻ പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ സഹാബിയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? അൻത മിൻഹും, നിങ്ങൾ അതിൽ പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ഈ കാണുന്നത്. ഉക്കാശ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഷഹാദത്താണ് വരിച്ചത്. അതേപോലെ തന്നെ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി മുഅ്ത യുദ്ധത്തിലൊക്കെ വളരെ ഘോര യുദ്ധം നടത്തിയ വ്യക്തിയാണ് സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹുവും സഹാബിമാരും മുന്നോട്ട് ഗമിച്ചപ്പോൾ കാണുന്നത് അവർ പറഞ്ഞയച്ച 2 സഹാബിമാരും കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്, ശുഹദാക്കളായി കിടക്കുന്നതാണ്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരവിടെ മറവ് ചെയ്തു. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പ്ലാനിന് ഒരു ചെറിയ മാറ്റം വരുത്തി. തുലൈഹയോടെ യുദ്ധത്തിന് പോകാതെ നേരെ ഹായിലുകാർ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഹായിൽ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ബനു തയ്യി ഗോത്രക്കാർ, അതേപോലെ തന്നെ ബനു സുലൈം ഒക്കെ ആ പ്രദേശത്താണ്. അതേപോലെ ബനു ജദീല എന്ന് പറയുന്ന ഗോത്രം, അവരിലുള്ള മുർത്തദ്ദുകളെ നേരിടാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെയുള്ള പ്രമുഖ സഹാബിയാണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെയുള്ള സക്കാത്തുമായി അദ്ദേഹം വന്നിരുന്നു. അവിടെയുള്ള മുർത്തദ്ദായി പോകാത്ത ആളുകളുടെ സക്കാത്ത് വീതവുമായി. അത് ഇസ്ലാമിക ഖലീഫക്ക് വലിയ സഹായമായിരുന്നു. ഇസ്ലാമിക രാജ്യത്തിനും ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വലിയ സഹായമായിരുന്നു ആ സക്കാത്ത് സ്വത്ത് ആ സമയത്ത് ലഭിച്ചത്. ഉടനെ അദ്ദേഹം അദീനെ അങ്ങോട്ട് തിരിച്ചുവിട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഗോത്രക്കാർ മുർത്തദ്ദാകുന്നതിന് മുമ്പ് നീ അവിടേക്ക് മടങ്ങി ചെല്ലുക, അവരൊരു പക്ഷേ തുലൈഹയുടെ പുറകെ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകൾ മുർത്തദ്ദാവാൻ വേണ്ടി കാത്തിരിക്കുന്ന
പ്രയാസകരമായ രംഗമാണ് അലി റളിയല്ലാഹു അൻഹു കാണാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം അവരെ എല്ലാ രൂപത്തിലും ഉപദേശിച്ചു നോക്കി. പല ആളുകളും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഭൂരിഭാഗം ആളുകളും ഉറച്ചു നിന്നത് ഞങ്ങൾക്ക് അബൂബക്കറിനെ പേടിയില്ല. ബക്കർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ ചെറിയ കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒട്ടകത്തിന്റെ ചെറിയ കുട്ടിയൊന്നും പേടിയില്ല. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒട്ടകത്തിന്റെ ചെറിയ കുട്ടിയല്ല, അത് ഫഹലാണ്, വലിയ കൂറ്റൻ ഒട്ടകം തന്നെയാണ് നിങ്ങളെ നേരിടാൻ പോകുന്നത്. നിങ്ങളെ ബുദ്ധിയിലേക്കും ശരിയിലേക്കും തിരിച്ചു വരണമെന്ന് ഉപദേശിക്കുകയും കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം അവിടെ എത്തിയതും അവരറിഞ്ഞിരുന്നു. അങ്ങനെ അവരിൽ നിന്ന് 500ഓളം പടയാളികളുമായിട്ടാണ് അലി റളിയല്ലാഹു അൻഹു ഖാലിദിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. ഒരു രക്തച്ചൊരിച്ചിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അവർ ഇസ്ലാമിലേക്ക് മടങ്ങി വരികയും ചെയ്തു. പിന്നീട് ഖാലിദ് റളിയല്ലാഹു അൻഹു അതിന്റെ അടുത്ത് തന്നെയുള്ള നേരത്തെ പറഞ്ഞ ബനി ജദീല ഗോത്രക്കാരുടെ അടുത്ത് പോയി. ഇതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ആ ഗോത്രത്തിനെ മുഴുവൻ ഇസ്ലാമിലേക്ക് 3 ദിവസത്തെ സംസാരത്തിലൂടെ മടക്കി കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വാളിനെറിയാവാതെ ആ സമൂഹം മുഴുവൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു ഗോത്രത്തിന് ചെയ്ത ഗുണത്തിൽ ഏറ്റവും വലുതായിരുന്നു അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അവർക്ക് ചെയ്തത് എന്ന് പിന്നെ ചരിത്രകാരന്മാർ വിശദീകരിച്ചത്, വർണ്ണിച്ചത്, പുകഴ്ത്തി പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഈ 2 പ്രദേശങ്ങളിൽ നിന്നുള്ള പടയാളികളെയും സഹായവും ലഭിച്ചതിന് ശേഷം തുലൈഹയെ നേരിടാൻ വേണ്ടി അവൻ താവളമടിച്ചിട്ടുണ്ടായിരുന്ന ബുസാഹ എന്ന് പറഞ്ഞ താഴ്വരയിലേക്കെത്തി. അവനുമായി ശക്തമായ പോരാട്ടം തന്നെ നടന്നു. അവന്റെ സഹായത്തിന് വേണ്ടി ഉയൈന ബിൻ ഹുസൈൻ പിന്നീട് ഇസ്ലാമിലേക്ക് മടങ്ങി വന്ന വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് വിശ്വാസിയായ വ്യക്തിയാണ്. അഖറ ഇബ്നു ഹാബിസ് എന്നൊക്കെ പറഞ്ഞ സഹാബിമാരെ പോലെ ഗ്രാമീണരാണ്. അതുകൊണ്ട് തന്നെ അറിവുണ്ടായിരുന്നില്ല, ഇസ്ലാമിനെ പറ്റി ശരിക്കും മനസ്സിലാക്കുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ പിന്നെ പുറമേക്ക് മുസ്ലിമായ വ്യക്തിയായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത്. അദ്ദേഹം ചെയ്ത പണി ബനു ഫസാറ ഗോത്രക്കാരെ തുലൈഹയുടെ കൂടെ കൂട്ടി. നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിഷ്ടം റബിയ ഗോത്രക്കാരനായ കള്ളപ്രവാചകനെയാണ്. തുലൈഹ റബിയ ഗോത്രക്കാരനാണ്. മുദർ ഗോത്രക്കാരനായ മുഹമ്മദിലേറെ എനിക്കിഷ്ടം തുലൈഹയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്റെ പുറകെ കൂടിയിരുന്നത്. യുദ്ധം കൊടുമ്പിരിക്കുണ്ടപ്പോൾ തോൽക്കുമെന്നൊരു ഭയം ഉയൈനയുടെ മനസ്സിൽ കയറി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു തുലൈഹയോട്, എന്താണ് ജിബ്രീൽ പറയുന്നത് യുദ്ധത്തിനെ സംബന്ധിച്ച്? അപ്പോൾ പറഞ്ഞു, ജിബ്രീൽ വന്നിട്ടില്ല. ഉയൈന ഇടയ്ക്കിടയ്ക്ക് മടങ്ങിപ്പോയി ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീൽ പറയുന്നത്? അപ്പോൾ മറുപടി ഒന്നുമില്ല. ജിബ്രീൽ വരാൻ താമസം പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉയൈന തൻ്റെ അനുയായികളോട് പറഞ്ഞു, ഇത് വിജയിക്കാൻ പോകുന്നില്ല, നമുക്ക് നമ്മളുടെ തടിയുമായി രക്ഷപ്പെടാം എന്ന് പറയുകയും അദ്ദേഹം ബനു ഫസാറയിലേക്ക് അദ്ദേഹത്തിന്റെ ആളുകളെയും കൂട്ടി മടങ്ങി. ഇതോടുകൂടി പിന്നീട് നിൽക്കക്കള്ളിയില്ലാതെ തുലൈഹ അൽ അസദി അവിടെ നിന്ന് സിറിയയിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി. മുൻകൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ പ്ലാൻ ബിയിൽ പരാജയപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള വാഹനവും ഭാര്യയുമോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം സെറ്റിലാക്കിയിരുന്നു. അങ്ങോട്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കള്ളപ്രവാചകനായ തുലൈഹയ്ക്ക് പിന്നീട് ഇസ്ലാമിലേക്ക് മടങ്ങി വരാനും നഹാവന്ത് യുദ്ധത്തിൽ ഷഹാദത്ത് നേടാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ്. തുലൈഹ അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖിനെ നേരിടാനുള്ള അഭിമുഖീകരിക്കാനുള്ള പ്രയാസം കൊണ്ട് അദ്ദേഹം വന്നിരുന്നില്ല കാണാൻ വേണ്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയോടുകൂടി അദ്ദേഹം വന്നു. അപ്പോൾ ഉമർ ചോദിച്ചു, നിന്റെ കള്ളപ്രവാചകത്വത്തിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ അവൻ ഓതിയിരുന്ന ആയത്തുകളൊക്കെ ഉണ്ട്, കേട്ടാൽ ശരി വരും, അങ്ങനെയുള്ള ആയത്തുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമില്ല. അപ്പൊ തുലൈഹ പറഞ്ഞു, ശത്രുക്കളോടും ഇസ്ലാം നല്ല രൂപത്തിൽ പെരുമാറാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അതെ, നിന്നോട് ഞാൻ നല്ല രൂപത്തിൽ പെരുമാറാം, പക്ഷെ നിന്നോടുള്ള കാഴ്ച എനിക്ക് മനസ്സിൽ വലിയ പ്രയാസം തോന്നുന്നു. കാരണം 2 വിശുദ്ധവാന്മാരായ 2 സഹാബിമാരെ നീ കൊന്നിട്ടുണ്ട്, ഉക്കാശയെയും അതേപോലെ തന്നെ സാബിത്ത് ബിൻ അഖറമിനെയും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പിന്നീട് നഹാവന്ത് യുദ്ധത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പങ്കെടുക്കുകയും അവിടെ ഷഹീദാവുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഇതോടുകൂടി തുലൈഹയുടെ കഥ കഴിഞ്ഞു. പിന്നീട് മറ്റ് സൈന്യങ്ങളെ നിയോഗിച്ചത്, അതിൽ പ്രധാനപ്പെട്ടത് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചത്. അവനാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കക്ഷി, അതായത് മുസൈലിമത്തുൽ കദ്ദാബ്. അവരെ നേരിടാൻ വേണ്ടിയായിരുന്നു. ഇക്രിമ റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ട് തന്നെ അദ്ദേഹം അറബ് ലോകത്തെ ഏറ്റവും വലിയ കുതിരപ്പടയാളിയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇസ്ലാം വൈകിയാണ് സ്വീകരിച്ചത് എന്ന് മാത്രം. അദ്ദേഹം നേരെ മുസൈലിമയുടെ അടുത്ത് ചെല്ലുകയും മുസൈലിമയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ദയനീയമായി അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു. ഈ വിവരം അറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ഇക്രിമയെയും 2 ദിവസത്തിന് ശേഷം ശുറൈഹ് ബിൻ ഹസനെയും നിയോഗിച്ചിരുന്നു. അദ്ദേഹത്തുമായി ഒന്നിച്ചു പോരാടാൻ വേണ്ടിയായിരുന്നു കൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇക്രിമ മുസൈലിമയെ നിസാരനായി കാണുകയും
ആക്രമിക്കുകയും ചെയ്തു. ചരിത്രത്തിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ആവേശം കൊണ്ട് ആക്രമിച്ചു എന്നാണ്. ഏതായിരുന്നാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഒമാനിലേക്ക് തിരിച്ചുവിടുകയും പിന്നീട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെയാണ് അങ്ങോട്ട് നിയോഗിച്ചത്. മുസൈലിമയെ പിന്നീട് നേരിട്ടത് ഖാലിദ് റളിയല്ലാഹു അൻഹുവാണ്, ശുറഹ്ബീൽ ബിൻ ഹസനയും കൂടിക്കൊണ്ട്. ഈ മുസൈലിമയെ നേരിടാൻ പോകുന്നതിന്റെ മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്തത് ബനൂ തമീമിൽ ഒരു കള്ളപ്രവാചക വന്നിരുന്നു, കള്ള സ്ത്രീ പ്രവാചകത്വവാദവുമായി വന്നിരുന്നു. ഈ റിയാദ് പ്രദേശങ്ങളിലുള്ള നജീദിലുള്ള ഗോത്രങ്ങളാണ് അതൊക്കെ, ബനൂ തമീം എന്ന് പറയുന്നതൊക്കെ. അവരുടെ അടുക്കൽ വന്ന കള്ള നബിച്ചിയായിരുന്നു സജാഹ് എന്ന് പറയുന്നത്. അവർ ശരിക്ക് ബനൂ തഗ്ലിബ് ഗോത്രക്കാരിയാണ്. ബനൂ തഗ്ലിബ് എന്ന് പറഞ്ഞാൽ സിറിയയുടെ ഭാഗത്തേക്ക് നീങ്ങിയ അറബികളായ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളായിരുന്നു. ആ സ്ത്രീ വന്നിട്ട് ഒരു സ്ത്രീ ആയിരുന്നു. അത് കള്ളപ്രവാചകത്വം ബാധിച്ചുകൊണ്ട് നേരെ അവരുടെ ഗോത്രത്തിൽപ്പെട്ട തന്നെയാണ് ഈ റബിയ ഗോത്രത്തിന്റെ ചെറിയ ഉപഗോത്രങ്ങളാണ്. പിൽക്കാലത്ത് വന്ന കൈവഴിയിൽപ്പെട്ടതാണ് ബക്കർ ബിൻ വായിൽ, തഗ്ലിബ്, അബ്ദുൽ കൈസ് ഗോത്രങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് റബിയക്കാരും അവരുമായി രക്തബന്ധമുള്ളവരാണ്. അവർ നേരെ ബനൂ തമീമുകാരുടെ അടുത്ത് വന്നു, എന്നിട്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. അവരിൽ ഭൂരിഭാഗം ആളുകളും ഈ കള്ള നബിച്ചിയിൽ വിശ്വസിച്ചു. അവരുടെ നേതാവായിരുന്നു മാലിക് ബിൻ നുവൈറ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിമായ വ്യക്തി. സജാഹിൽ വിശ്വസിക്കുകയും അവരെ കൂടെ കൂടുകയും ചെയ്തു. എന്നിട്ട് അവർ രണ്ടാളും കൂടി എന്ത് ചെയ്തു? മുസൈലിമയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജ്യം വികസിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി മുസൈലിമയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. മുസൈലിമ ഈ വിവരം അറിയുകയും ഇപ്പോൾ ഖാലിദ് സൈന്യവുമായി വരാൻ പോവുകയാണ്. തുലൈഹയുടെ കഥ കഴിഞ്ഞു, ഇനി അടുത്ത ഊഴം അവൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സജാഹുമായി ഒരു സന്ധിയിലെത്തുകയും ഖുറൈശികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന പകുതി ഭൂമി നിനക്ക് തരാം എന്ന് പറയുകയും അവർ രണ്ടാളും ഒന്നാവുകയും ചെയ്തു. അതോടുകൂടി മാലിക് ബിൻ നുവൈറ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇവർ രണ്ടാളും പിന്നീട് പ്രേമ സല്ലാപവും കല്യാണമൊക്കെ ആയിട്ട് 2-3 ദിവസം അവിടെ എല്ലാ തോന്നിവാസങ്ങളുമായി കൂടി. ഇമാം ഇബ്നു കസീർ അവരുടെ ഇടയിൽ നടന്ന ആ പ്രേമവാക്കുകളൊക്കെ നമുക്ക് വായ കൊണ്ട് പറയാൻ പറ്റാത്ത വൃത്തികേടുകൾ ഒക്കെ പറഞ്ഞത് കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇതോടുകൂടി മാലിക് ബിൻ നുവൈറ പുറത്തായി. അദ്ദേഹം ചെയ്ത ഈ അദ്ദേഹത്തിനെ പറ്റി അമളി മനസ്സിലാകുകയും ബുത്താഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം താമസിക്കുകയും ചെയ്തു. അവിടെ താമസിച്ചത് മുസ്ലിം ആയിക്കൊണ്ടല്ല, ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെതിരെ തന്നെയാണ് അദ്ദേഹം താമസിച്ചത്. ഖാലിദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് സൈന്യത്തെ നിയോഗിച്ചു. ഈ ബനൂ തമീം ഗോത്രക്കാർ എല്ലാവരും മുർത്തദ്ദായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ഇസ്ലാമിൽ ഉറച്ചുനിന്ന ആൾക്കാരുണ്ടായിരുന്നു, മുർത്തദ്ദായവരുണ്ടായിരുന്നു, സക്കാത്ത് മാത്രം നൽകില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് സംസാരിക്കാൻ വേണ്ടി സഹാബിമാർ ചെന്നു. ദിറാർ ഇബ്നുൽ അസ്വറിനെ പോലെയുള്ള സഹാബിമാർ അവരോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം മാലിക് ബിൻ നുവൈറ പറഞ്ഞു, ഞാൻ തീരുമാനം ഇപ്പൊ പറയുന്നില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്ന ആളിലേക്ക് മടങ്ങി വന്നു, കുറെ ആളുകൾ, അല്ലാത്തവരത് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ മാലിക് ബിൻ നുവൈറയെയും അനുയായികളെയും ബന്ദിയാക്കി ഖാലിദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഹാജരാക്കി. രാത്രിയായപ്പോൾ കൊടും തണുപ്പുള്ള സമയത്താണ് യുദ്ധം നടക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇദ്ഫിഉ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇത് തെറ്റായി മനസ്സിലാക്കിയ പടയാളികൾ ആ ബന്ദികളായി കൊണ്ടുവന്ന ആളുകളെ വധിക്കുകയാണ് ചെയ്തത്. അവരുടെ ഭാഷയിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു ഹിജാസുകാരനാണ്. ആ പടയാളികളായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നജിദുകാരുമാണ്. അവരുടെ ഭാഷയിൽ ആളുടെ തലയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ അദ്ദേഹത്തിന്റെ തല വെട്ടി എന്നാണ് ചില റിപ്പോർട്ടുകളുള്ളത്. വേറെ ചില റിപ്പോർട്ടുകളുള്ളത് ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്തിനാണ് സജാഹിന്റെ കൂടെ കൂടിയത്? കള്ളപ്രവാചകനായ സജാഹിന്റെ കൂടെ നീ എന്തിന് കൂടിയെന്ന് ആക്ഷേപിച്ചു. അതേപോലെ തന്നെ ഇസ്ലാം ദീനിലെ 5 സ്തംഭങ്ങളിൽ 3-ാമത്തേതാണ് സക്കാത്ത് എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാലിക് ബിൻ നുവൈറ പറഞ്ഞ മറുപടി, കാന സാഹിബുക യഖൂലു ദാലിക, നിങ്ങളുടെ കൂട്ടുകാരൻ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അതായത് ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വരികയും ദിറാർ റളിയല്ലാഹു അൻഹുവിനോട് അവന്റെ തല അരിയാൻ പറയുകയും ചെയ്തു എന്നാണ്. കാരണം അവന്റെ കുഫർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചല്ലോ. ഇങ്ങനെയാണ് ചില റിവായത്തുകളിലുള്ളത്. ഇതൊന്നും ചരിത്രപരമായി സനദിലൂടെ നോക്കുകയാണെങ്കിൽ സഹിയായ റിപ്പോർട്ടുകളല്ല, ഒരു ചരിത്രം എന്ന നിലയിൽ പറയാമെന്ന് മാത്രം. പക്ഷെ അതിന്റെ പേരിൽ ഇന്നും ഈ കാലഘട്ടത്തിലും ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വിടാതെ കൂടിയിട്ടുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഷിയാക്കളിൽ നിന്നാണ് അതുണ്ടായത്. പക്ഷെ ഇപ്പോഴും ആധുനിക യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാര്യമായി അവർ ചർച്ച ചെയ്യാറുള്ളത് മാലിക് ബിൻ നുവൈറയുടെ വധമാണ്. കാരണം അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ചില റിപ്പോർട്ടുകളുള്ളത് ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ അത് കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞത്, ഭാര്യയെ നോക്കിയിട്ട് പറഞ്ഞു, നീ കാരണത്താലാണ് ഞാനിപ്പോൾ കൊല്ലപ്പെടുന്നത് എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു തമീം അതീവ സൗന്ദര്യയായിരുന്നു. അവരിൽ അനുരക്തനായിട്ടാണ് ഖാലിദ് എന്നെ കൊല്ലുന്നത് എന്ന് മാലിക് പറഞ്ഞു എന്നാണ്.
യഥാർത്ഥത്തിൽ അത് അദ്ദേഹം പറഞ്ഞതാണ്, സ്ഥിരപ്പെട്ടാൽ തന്നെ. അല്ലാതെ ഖാലിദ് റളിയല്ലാഹു അൻഹു വധിക്കുന്നത് അതിനു വേണ്ടിയല്ല. പിന്നീട് ചരിത്രത്തിൽ എങ്ങനെയാണ് വധിച്ചതെന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും മാലിക്കിന്റെ ഈ വധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ മുത്തമ്മിം ഇബ്നു നുവൈറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയും എൻ്റെ സഹോദരനെ അന്യായമായി ഖാലിദ് വധിക്കുകയും ചെയ്തു എന്ന് പരാതിയുമായി എത്തി. ഒരു വലിയ ശോകകാവ്യവുമായി രചിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. സഹായിമാരെയൊക്കെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് അദ്ദേഹം ഈ കവിത ചൊല്ലി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഈ കവിത ചൊല്ലി, മാലിക് ഇബ്നു നുവൈറയെ അന്യായമായി ഖാലിദ് വധിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ചുരുക്കം. അതിൽ അദ്ദേഹം പറയുന്ന വളരെ കണ്ണീര് അണിയിപ്പിക്കുന്ന തരത്തിലുള്ള വരികൾ കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈമലർത്തി. അദ്ദേഹം പറഞ്ഞു, ഞാനിതിന് ഉത്തരവാദിയല്ല, ഖാലിദ് കൊന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന കൂടാതെ അദ്ദേഹം പ്രവർത്തിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ശക്തമായി തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം, അദ്ദേഹത്തിന്റെ വാളിൽ അന്യായത്തിന്റെ അനീതിയുടെ രക്തമാണ് പുരണ്ടിട്ടുള്ളത് എന്ന് ശഠിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ന്യായം, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ഖാലിദ് എന്നാണ് അതിന് മറുപടിയായി പറഞ്ഞത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു എന്നുള്ളത് സഹിയായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വാക്ക് അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദിനെ വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു സാധാരണ മുസ്ലിമിനെ പറ്റി പോലും ആക്ഷേപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നീചമായ കാര്യമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു മുസ്ലിമായ വ്യക്തിയുടെ ഭാര്യയെ വിവാഹം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൊന്നു എന്നുള്ള ആക്ഷേപം. നഅൂദുബില്ലാ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിനു മുമ്പും അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. 100ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം മരണപ്പെടുന്നത് വിരിയിൽ കടന്നിട്ടാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, മരണം അത് വിളയാടുന്ന സ്ഥലങ്ങളിൽ പോയി ഞാൻ അന്വേഷിച്ചു ഷഹാദത്ത്, പക്ഷെ എനിക്ക് അള്ളാഹു ഷഹാദത്ത് നൽകി ആദരിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടത് വിരിയിൽ കിടന്നുകൊണ്ടാണ്. പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ വാളിനെ കൊല്ലാൻ സാധ്യമല്ല എന്നാണ് അതിന് വിശദീകരണമായി പറഞ്ഞത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്ത് 1 ഇഞ്ച് സ്ഥലം പോലും വെട്ടോ കുത്തോ ഏൽക്കാത്തത് ബാക്കിയുണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ സൈഫുല്ലാ എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ സന്ദർഭം മുഅ്ത യുദ്ധവേളയിലാണ്. സെയ്ദ് ബിൻ ഹാരിസയാണ് കമാൻഡർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു പതാക. എന്നിട്ട് പറഞ്ഞു, സെയ്ദിന് എന്തെങ്കിലും ആപത്ത് വിടഞ്ഞാൽ പിന്നീട് ജാഫർ ബിൻ അബി താലിബ് പതാക ഏറ്റെടുക്കുക, ജാഫറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ പതാക സ്വീകരിക്കുക, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് നിങ്ങൾ കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ സെയ്ദ് ബിൻ ഹാരിസ് ആദ്യമായി ഷഹീദായി, പിന്നീട് ജാഫർ ബിൻ അബി താലിബ് ഷഹീദായി, പിന്നീട് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും മരിച്ചു, ഷഹീദായി വീണു. ആ സമയത്ത് പതാക ആദ്യമായി കയ്യിൽ ലഭിച്ചത് നേരത്തെ തുലൈഹയോട് യുദ്ധം ചെയ്ത സാബിത്ത് ബിൻ അക്രം റളിയല്ലാഹു അൻഹുവിനാണ് പതാക ലഭിച്ചത്. അദ്ദേഹം നേരെ ഖാലിദിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പതാക ഏന്താൻ ഏറ്റവും അർഹൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളാണ്, നിങ്ങളത് പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ പതാക ഏറ്റെടുത്തു. യുദ്ധം മുന്നോട്ട് നയിച്ചു, മുസ്ലിങ്ങൾ വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാർത്ത വഹയിലൂടെ അവർ വരുന്നതിന് മുമ്പ് തന്നെ റസൂലിന് വാർത്ത കിട്ടിയിട്ടുണ്ട്. ആളുകളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്ത യുദ്ധത്തിൽ സെയ്ദ് ബിൻ ഹാരിസ ഷഹീദായി, ജഅഫർ തയ്യാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ജഅഫർ സ്വർഗത്തിലൂടെ പറക്കുന്നതായി ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ജഅഫർ തയ്യാർ എന്ന അദ്ദേഹത്തിന് മരണശേഷം സ്ഥാനപ്പേര് ലഭിച്ചത്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹി കൊല്ലപ്പെട്ടു. പിന്നീട് പതാക ഏറ്റെടുത്തത് സൈഫും മിൻ സുയൂഫില്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന്റെ ഊരപ്പെട്ട ഒരു വാളാണ് പിന്നീട് പതാക ഏറ്റെടുത്തത്. അതിലൂടെ വിശ്വാസികൾക്ക് വിജയം ലഭിച്ചു എന്നാണ്. ഇത് സഹിയായ ഹദീസാണ്. ഇതിനെ മറികടക്കാൻ പറ്റിയ ഒരു ആക്ഷേപമല്ല ഇത്. ഇനി അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു വധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവൻ മുർത്തദ്ദായി എന്ന് ഉറപ്പായതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ വാക്കുകൾ അതിലൂടെയാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ അല്ലെങ്കിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു സഹാബിയെ ആക്ഷേപിക്കാൻ അതിന് ന്യായമില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇങ്ങനെ അബദ്ധം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിനെ ബനു ജുദൈമ ഗോത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു, ഒരു ചെറിയൊരു സൈന്യവുമായി. അവിടെ ചെന്നിട്ട് അവിടെയുള്ള കലാപത്തെ അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, സബഹന അറാബികളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ സാബീങ്ങളായിട്ടുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു അവരുടെയൊക്കെ തലവെട്ടി 3-4 ആളുകളെ. അവർ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ മുസ്ലിമായി എന്നാണ്. കാരണം അവർ കേട്ടിട്ടുള്ളത് റസൂലിനെ പറ്റി സാബി എന്ന് ഖുറൈശികൾ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ മുസ്ലിമാണ്, മുഹമ്മദ് നബി അംഗീകരിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ വധിച്ചു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്തിയപ്പോൾ
റസൂല് പറഞ്ഞത് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സനാ ഖാലിദ്. ഖാലിദ് ഈ ചെയ്ത പണിയിൽ നിന്ന് ഞാനിതാ ഒഴിവായിരിക്കുന്നു എന്ന് പറയുകയും ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഫിദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഖാലിദിന്റെ ആ തെറ്റിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാരണത്താൽ ഖാലിദിനെ ഏതെങ്കിലും രംഗത്ത് മാറ്റി നിർത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അബദ്ധം സംഭവിച്ചു എന്നത് മനസ്സിലാക്കി കൊടുത്തു എന്നതല്ലാതെ പിന്നെ ആ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റി നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിർന്നിരുന്നില്ല എന്ന അനുഭവം വെച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇപ്പോൾ എന്ത് ചെയ്തത്, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാളിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അതേപോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ യുദ്ധത്തിലൂടെയും അല്ലാതെയും ഒക്കെ. ഏതായിരുന്നാലും ഇത് ഞാനിങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രധാനമായി ചർച്ച ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അതിലൂടെ സഹാബിമാരെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി അങ്ങനെ ചരിത്രം എഴുതിയ ആളുകൾ എഴുതി കൂട്ടിവെച്ച കാര്യങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് സഹീഹായ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ളത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് വിശദീകരിച്ച് പറഞ്ഞത്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു മാലിക് ബിൻ നുവൈറയുടെ വധത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ മുസൈലിമത്തുൽ കദ്ദാബിനോട് പോരാടാൻ വേണ്ടി പിന്നെ ബനൂ ഹനീഫ ഗോത്രക്കാരിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. മുസൈലിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 140 വയസ്സ് വരെ ജീവിച്ച ബനൂ ഹനീഫ ഗോത്രക്കാരുടെ നേതാവാണ്. പല പ്രദേശങ്ങളിലും അറബ് രാജ്യത്തും അല്ലാത്തയിടത്തൊക്കെ അവൻ സഞ്ചരിച്ചിരുന്നു എന്നൊക്കെയാണ് അവനെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ഖുറൈശികളാണ് അവനെ സംബന്ധിച്ച് റഹ്മാനുൽ യമാമ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് റഹ്മാനായി പരിചയമുള്ളത് അള്ളാഹുവിനെയല്ല, യമാമയിലെ റഹ്മാനാണ് എന്ന് പറഞ്ഞിരുന്നത് ആരെ സംബന്ധിച്ചാണ്? ഈ മുസൈലിമയെ സംബന്ധിച്ചാണ്. അവിടെയുള്ള മറ്റൊരു നേതാവായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ. അദ്ദേഹം ഉംറക്ക് വന്ന സമയത്താണ് സഹാബിമാർ അദ്ദേഹത്തിനെ ബന്ദിയാക്കുകയും മദീനയിൽ കൊണ്ടുവരികയും അവിടെ അദ്ദേഹം മുസ്ലിമാവുകയൊക്കെ ചെയ്തത്. അദ്ദേഹം മടങ്ങിപ്പോയതിനു ശേഷം ബനൂ ഹനീഫ ഗോത്രക്കാർ ഒന്നടങ്കം എന്ത് ചെയ്തു? മുസ്ലിമായി. നേതാവായതുകൊണ്ട് അവരൊക്കെ മുസ്ലിമായി. മുസൈലിമക്കും മുസ്ലിം ആവണം താല്പര്യമുണ്ട് എന്ന് പറയുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരികയും ചെയ്തു. ഹിജറയുടെ 10-ാം വർഷത്തിലാണ് മുസൈലിമ വന്നത്. അവൻ വന്നിട്ട് പറഞ്ഞത് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലുമൊക്കെ അതിഥികളായി ദൗത്യ സംഘങ്ങൾ വന്നാൽ പ്രസംഗിക്കാൻ വേണ്ടി സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാറുണ്ട്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമാസ് അദ്ദേഹത്തിനെ വിളിച്ചു പ്രഭാഷണത്തിന് വേണ്ടി. അപ്പൊ മുസൈലിമ പറയുന്ന വിഷയം, ഇൻ ജഅലലി മുഹമ്മദുൻ ബഅദഹു അൽ അംറ ഇലയ്യ തബിഅതുഹു. മുഹമ്മദ് നിര്യാണത്തിന് ശേഷം ഖിലാഫത്ത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ മുസ്ലിം ആകാം എന്നാണ് ആരുടെ പിന്നെ ഓഫർ? മുസൈലിമയുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ കൊള്ളി എടുത്ത് മണ്ണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് ആണ് സംസാരിച്ചിരുന്നത്. പള്ളിയിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊള്ളി ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ അറാഖിന്റെ കൊള്ളിയാണ് നീ ചോദിക്കുന്നതെങ്കിൽ പോലും അത് ഞാൻ നിനക്ക് നൽകുകയില്ല. നീ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു നിന്നെ കഥ കഴിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറം നിനക്ക് ഉയരാൻ പറ്റുകയില്ല, നീ പോയിക്കൊള്ളുക എന്ന് പറയുകയും നിന്റെ വിഷയത്തിൽ ഞാൻ കണ്ടതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്തു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, 2 സ്വർണത്തിന്റെ വള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കയ്യിലും വെച്ചതായി. ഇത് എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുമ്പോൾ റസൂലിനോട് മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഊതിക്കളയുക. ആ 2 സ്വർണ്ണ വളകയും റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് റസൂൽ ഊതി പറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ആ 2 സ്വർണ്ണ വളകൾ 2 സമ്പത്തും സൈന്യവുമുള്ള 2 കള്ളപ്രവാചകന്മാരാണ്. ഒന്ന് മുസൈലിമ, ഒന്ന് അസ്വദുൽ അനസി. അസ്വദുൽ അനസിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചിരുന്നു. ആ 2 കള്ളപ്രവാചകന്മാരും ഇസ്ലാമിൽ നിന്ന് പോകുന്നതാണ്, പ്രവാചകത്വം വാദിച്ച് പോകുന്നതാണ് അതിന്റെ വിശദീകരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്നു. റസൂലിന്റെ വഫാത്തിന് ശേഷം മുസൈലിമ അവിടെ കള്ളപ്രവാചകത്വം വാദിക്കുകയും ആയത്തുകൾ ഓതാൻ തുടങ്ങുകയും ചെയ്തു. അവൻ ഓതിയ ആയത്തുകളൊക്കെ കേട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിരിക്കാനുള്ളതാണ്. ഉദാഹരണത്തിന് അൽഫീലും അൽഫീൽ ഒമാ അദറാക മൽഫീൽ ലൗ ഖുർതൂമൻ തവീൽ എന്നൊക്കെ മൂപ്പർക്ക് ഇറങ്ങിയ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ആയത്തൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങൾ ജിബ്രീൽ വരുന്നതൊക്കെ അറിഞ്ഞിട്ട് അതിനങ്ങനെ ശ്രമിച്ചു നോക്കാറുണ്ടായിരുന്നു എന്നാണ് മുസൈലിമ. അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാഹിലിയ്യ കാലത്ത് പോയി കണ്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരനെ അവിടെ ആയത്തുകളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ ജിബ്രീൽ വന്നിട്ട്, എനിക്കും കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാസറിന് ഒരു പാരഡി അവൻ പിന്നെ ചൊല്ലി കൊടുത്തു. അപ്പൊ അമർ ബിൻ ആസിന് മനസ്സിലായി ഇത് കള്ളപ്രവാചകൻ തന്നെയാണ്,
എന്നൊക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തതൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതായിരുന്നാലും അവന്റെ കൂടെ ആളുകൾ കൂടി. അതിന് ഒരു പ്രധാന കാരണക്കാരൻ റജ്ജാൽ ഇബ്നു ഉൻഫുവ, ചെറുപ്പക്കാരന്റെ മകൻ, ആൺകുട്ടി എന്നാണ് അതിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം റജ്ജാൽ ഇബ്നു ഉൻഫുവ. റജ്ജാലിന്റെ പേര് ശരിക്കും നെഹാർ എന്നാണ്. ഈ ബനൂ ഹനീഫ ഗോത്രത്തിലെ ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മുസ്ലിം ആവുകയും സൂറത്ത് അൽ ബഖറ കാണാതെ പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി ഇയാൾ മുർത്തദ്ദായി. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മുസൈലിമയെ ഖലീഫയാക്കിയതും നബിയാക്കിയതും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് മുസൈലിമയുടെ പുറകെ സുമാമത്ത് ബിൻ ഉസാലിനെ പോലെയുള്ള സഹാബിമാരെ അവഗണിച്ചുകൊണ്ട് കൂടാൻ ബനൂ ഹനീഫ ഗോത്രക്കാർക്ക് പ്രേരകമായത്. മുസൈലിമയുടെ കാര്യം അവർക്കറിയായിരുന്നു, അധികാരമോഹം പ്രശ്നങ്ങളൊക്കെയാണ് അവർക്കറിയായിരുന്നു. പക്ഷേ ഈ റജ്ജാൽ ഇബ്നു ഉൻഫയെ കൊണ്ടാണ് ഈ വലിയ പ്രശ്നം അവിടെ ഉണ്ടായത്. മുസൈലിമ ആളുകൾ തുടർന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു അവനെ യമാമയിൽ ചെന്ന് നേരിട്ടു. അതിൻ്റെ വിശദമായ രൂപങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ്സിൽ അത് തന്നെ പറയേണ്ടി വരും. കാരണം സഹാബിമാർ അഭിമുഖീകരിച്ച ഏറ്റവും ശക്തമായ, അറേബ്യയിൽ അവർ നേരിട്ട ഏറ്റവും പ്രയാസകരവും ശക്തവുമായ പോരാട്ടം മുസൈലിമയുമായി നടത്തിയതാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു അവനെ അഖറബ എന്ന സ്ഥലത്ത് വെച്ചാണ് നേരിട്ടത്. വലതുഭാഗത്ത് അൻസാരികളെ അവരുടെ പതാക ഏൽപ്പിച്ചിരുന്നത് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമാസിനെയാണ്. ഇടതുഭാഗത്ത് സാലിം മൗല അബു ഹുദൈഫ, മുഹാജിറുടെ പതാക. മുൻവശത്ത് ശുറഹ്ബീൽ ബിൻ ഹസന. ഇങ്ങനെ 3 സൈന്യ കമാൻഡർമാരുടെ നേതൃത്വത്തിലാണ് മുസൈലിമയെ ആക്രമിച്ചത്. യുദ്ധം മുന്നോട്ട് പോയപ്പോൾ പല ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. 2-3 തവണ മുസ്ലിങ്ങൾ പരാജയം കൺമുന്നിൽ കണ്ടു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റ് പോലും ഈ മുർത്തദ്ദുകളുടെ സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ ഷഹീദായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഒരായത്ത് അവതരിച്ചതിന് ശേഷം വരാറുണ്ടായിരുന്നില്ല. ഏതാണ് ആ സൂക്തങ്ങൾ നമുക്കറിയാം. ഇന്നല്ലദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത് നിങ്ങൾ, ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി എന്ന് പറഞ്ഞ സൂക്തത്തിന്റെ അവസാനത്തിൽ അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് അതിന് ശേഷം പിന്നെ പള്ളിയിൽ വരാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിട്ട് വിളിച്ചു വരുത്തി. എന്താ വരാത്തത്? സാധാരണ ഖതീബായി പ്രസംഗിക്കുന്നതൊക്കെ ആരാണ്? സാബിത്താണ്. അപ്പൊ സാബിത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ ഒച്ചയിൽ സംസാരിച്ചതാണ്, എന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയി, ഞാൻ നരകത്തിൽ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലസ്ത മിൻഹും, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചല്ല ആ പറഞ്ഞത്, വലാകിന്നക തഈശു അസീസൻ വതമൂതു ഷഹീദൻ, നിങ്ങൾ അഭിമാനത്തോടു കൂടി ജീവിക്കുകയും ഷഹീദായി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഈ മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള പോരാട്ടത്തിലാണ്. അതിനുശേഷം അൻസാരികൾ, അദ്ദേഹത്തിന്റെ പിന്മുറക്കാരൻ പതാക ഏറ്റെടുത്തു. മുഹാജിറുടെ ഭാഗത്ത് പതാക ഏറ്റെടുത്തത് സാലിം മൗല അബൂ ഹുദൈഫയാണ്. സാലിം റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാകുമ്പോൾ അബൂ ഹുദൈഫ വിലക്ക് വാങ്ങിയതാണ്, അടിമയായി കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാന്ന് അറിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവായി സാലിം ഇബ്നു അബി ഹുദൈഫ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങളുടെ മക്കളെ മാത്രമേ നിങ്ങളുടെ മക്കളായി നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ എന്ന് ആയത്തിറങ്ങിയത് ഇവരുടെ വിഷയത്തിലാണ്. അതോടുകൂടി അബൂ ഹുദൈഫ നമ്മൾ രണ്ടാളും സുഹൃത്തുക്കളാണ് എന്ന് പറയുകയും വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്തു. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഭാര്യ പറയായിരുന്നു, ഇനി മകനല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീട്ടിൽ വരിക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവന് പാല് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞത് ഈ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അദ്ദേഹം പ്രമുഖരായ സഹായിമാരിൽപ്പെട്ടതായിരുന്നു. തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ പഠിക്കുക 4 വ്യക്തികളിൽ നിന്ന്, 4 സഹായിമാരിൽ നിന്ന്. 1 സാലിം മൗല അബൂ ഹുദൈഫ. ബാക്കിയുള്ളവരാരൊക്കെയാണ്? 1 മുആദ് ബിൻ ജബൽ, 3 ഉബയ്യ് ബിൻ കഅബ്, 4 അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്. ഇങ്ങനെയുള്ള സാലിം മൗല അബൂ ഹുദൈഫ അവർ 2 ആളുമായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മുഹാജിറുകളുടെ പതാക ഉണ്ടായിരുന്നത് സാലിം റളിയല്ലാഹുവിന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് വിളിച്ചിരുന്ന ഈ വിലക്ക് വാങ്ങി മോചിപ്പിച്ച വ്യക്തി ആരാണ്? അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ ആരുടെ മകനാണെന്നറിയോ? ഉത്ബത്ത് ബിൻ റബിയ, ഷൈബത്തിന്റെ സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുക്കളായിരുന്നു 2 ആളും. 2 പേരും ബദറിൽ കൊല്ലപ്പെട്ടതാണ്. ആ ഉത്ബത്തിന്റെ പിഞ്ചോവനെയാണ് ഈ പറയുന്ന അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു. അള്ളാഹു ഓരോരുത്തരെ പിന്നെ അനുഗ്രഹിക്കുന്നു, വേറെ ചില ആളുകളെ നരകത്തിലേക്ക് അവൻ വിധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. 2 പേരും ഒരുമിച്ച് അവിടെ ഷഹീദായി. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് ശേഷം പിന്നെ മുഹാജിറുകളുടെ പതാക ഏറ്റെടുത്തത് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതാരാണ്? ഉമർ ബിൻ ഖത്താബിന്റെ സഹോദരൻ, പിന്നെ വേറെ ഉമ്മാക്കുള്ള മകനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ ഷഹാദത്ത് വരിച്ചു. ഈ നേരത്തെ പറഞ്ഞ
റജ്ജാൽ ബിൻ ഉൻഫവ എന്ന് പറയുന്ന മുസൈലിമയുടെ പുറകെ ആളെ റിക്രൂട്ട് ചെയ്ത വ്യക്തിയെ വധിച്ചത് സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. അതേപോലെ തന്നെ അവന്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന മുഹക്കിമുൽ യമാമയിലെ ജഡ്ജി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയെ വധിച്ചത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മകനാണ്. അങ്ങനെ അവരിലെ പ്രമുഖരായ ആളുകളൊക്കെ അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ സമയത്ത് അവരെല്ലാം ഹദീഖത്തുൽ മൗത്ത് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു പാർക്ക് അല്ലെങ്കിൽ ഹദീഖ, ഒരു തോട്ടത്തിലേക്ക് കയറുകയും വാതിലടക്കുകയും ചെയ്തു. അവരുടെ കാഴ്ചപ്പാട് കൊടുത്തണുപ്പുള്ള സമയത്താണ് യുദ്ധങ്ങൾ നടക്കുന്നത്. മുസ്ലിങ്ങൾ മുസൈലിമ പറഞ്ഞത് ഇഷ്ടം പോലെ ഭക്ഷിക്കാനും കഴിച്ചു കൂട്ടാനുള്ള സംവിധാനങ്ങൾ നമ്മളുടെ അടുക്കലുണ്ട്, നിങ്ങളെല്ലാവരും ഹദീഖയിലേക്ക് പ്രവേശിച്ച് വാതിലടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ പ്രവേശിച്ചു, വാതിലടച്ചു. മുസ്ലിങ്ങൾ പുറത്ത് അവരെ ഉപരോധിച്ചുകൊണ്ട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. മരണം മുന്നിൽ കണ്ട ഒരു രത്നിക എത്തിയപ്പോൾ ബറാഅ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ നിങ്ങൾ കുന്തത്തിൽ ഉയർത്തിയിട്ട് ആ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ഞാൻ ചെന്ന് വാതിൽ തുറക്കാം എന്നാണ്. അങ്ങനെ സഹായിമാർ കുന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചു, അതിൻ്റെ മുകളിൽ പരിചയ വെച്ച് അതിൻ്റെ പുറത്ത് ബറാഅ് റളിയല്ലാഹു അൻഹു ഇരുന്നു. അദ്ദേഹത്തിനെ ഈ തോട്ടത്തിലേക്ക് എറിഞ്ഞു. അദ്ദേഹം പോയി വീഴുന്നത് ആയിരക്കണക്കിന് വാളുകളുടെ മുന്നിലേക്കാണ്. അത് വകവെക്കാതെ അദ്ദേഹം ആ വാതിൽ തുറന്നു. മുസ്ലിം സൈന്യം ഈ തോട്ടത്തിലേക്ക് എരച്ചു കയറി. അവിടെ വെച്ചാണ് മുസൈലിമയെയും അവൻ്റെ കൂടെയുള്ള ഈ പ്രമുഖരായ വ്യക്തിത്വങ്ങളെയൊക്കെ, കുഫറിന്റെ ചിഹ്നങ്ങളെയെല്ലാം വിശ്വാസികളായ ആളുകൾ പരാജയപ്പെടുത്തിയത്. ആ യുദ്ധത്തിൽ 10,000-ഓളം മുസൈലിമയുടെ അനുയായികൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. 30,000 പടയാളികളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത് വെറും 4,000 സൈന്യം മാത്രമാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ 500-ഓളം സഹാബിമാർ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യമാമയിൽ നടന്ന ഈ ശക്തമായ യുദ്ധത്തിൽ 60-ഓളം മുഹാജിറുകളും അൻസാരികളും ഷഹീദായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച സാലിം റളിയല്ലാഹുവിനെ പോലെയുള്ള ഖുറായികളായിരുന്നു ഷഹീദായത്. അതാണ് പിന്നീട് ഖുർആൻ ക്രോഡീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് കാരണമായ യുദ്ധം ഇതാണ്. ഒരുപാട് സഹാബിമാർ അതിൽ കൊല്ലപ്പെട്ടു. ഇമാം ഇബ്നു കസീർ പറയുന്നത് 500-ഓളം സഹാബിമാരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ്. മുസൈലിമയുടെ പ്രമുഖരായ അനുയായികളും അതിൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു. അതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞു. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രമുഖരായ സഹാബിമാര് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ പതാക വഹിച്ചിരുന്ന സാബിത്ത് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബൂ ഹുദൈഫ, അതേപോലെ തന്നെ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുനിന്ന് സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വടിയിലൊരു വെളിച്ചം കണ്ട സഹാബി ഉണ്ടല്ലോ, അതാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പ്രമുഖനായ സഹാബി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹാബിമാര്, പ്രമുഖരായ സഹാബിമാർ ഈ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിക ലോകത്ത് വലിയ ഒരു നഷ്ടമുണ്ടായെങ്കിലും ഇസ്ലാമിക ലോകത്തിലെ ഒരു വലിയ വിജയം കൂടിയായിരുന്നു അവന്റെ കഥ കഴിക്കാൻ പറ്റിയത്. മുസൈലിമയെ കൊന്നത് ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രമുഖനായ വ്യക്തിയെ വധിച്ച വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ആണ്. വഹ്ശി എന്നെ പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹം ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് ശേഷം പിന്നെ മുസ്ലിമായി. അദ്ദേഹം റസൂലിനോടുള്ള ദേഷ്യം കൊണ്ടോ ഹംസ റളിയല്ലാഹു അൻഹുവിനോടുള്ള പക കൊണ്ടോ അല്ല ആ കടുങ്കൈ ചെയ്തത്, മറിച്ച് ഉത്ബത്തിനെയും ഷൈബത്തിനെയും ഒക്കെ വധിച്ചതിന് പ്രതികാരമായി ഹിന്ദ് റളിയല്ലാഹു പിന്നീട് മുസ്ലിമായി. അവർ പറഞ്ഞതാണ് നീ ഹംസയെ കൊല്ലണം എന്ന്. കാരണം ഹംസയാണ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ വധിച്ചത്. വഹ്ശി യുദ്ധത്തിൽ തെരഞ്ഞു നടന്നു. ഹംസയെ കണ്ടപ്പോൾ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു. ഹംസ മരിച്ചു, ഷഹീദായി എന്ന് ഉറപ്പായപ്പോൾ ചാട്ടുളൂരിയിട്ട് നേരെ തുഐമയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഹിന്ദല്ല, തുഐമയാണ് ആ കാര്യം ഏൽപ്പിച്ചിരുന്നത്. അവരോട് പറഞ്ഞപ്പോൾ നിന്നെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞ് മോചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് മുസ്ലിമായി. ആ കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ഈ മനസ്സിൽ വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. അദ്ദേഹം ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു ഇതിനൊരു കഫാറത്ത് നടത്താൻ വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഒത്തുവന്നത് മുസൈലിമ കള്ളപ്രവാചകത്വം ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ പോക്കിരിത്തരമൊക്കെ അറിഞ്ഞപ്പോൾ വഹ്ശി നേരെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ യമാമയിലേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. ഈ തോട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. മുസൈലിമ എവിടെയാണെന്ന് തെരഞ്ഞു കണ്ടുപിടിച്ചു. നേരത്തെ പറഞ്ഞ ചാട്ടുളി കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചതുപോലെ അവരെയും വധിച്ചു. അവൻ താഴെ വീഴുന്നത് കണ്ടപ്പോൾ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഓടി വന്ന് അവനെ അറുത്ത് ആ വധം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതാണ് മുസൈലിമയുടെ ചുരുങ്ങിയ ചരിത്രം. അതോടുകൂടി അവൻ്റെ ശല്യത്തിൽ നിന്ന് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നീട് നിയോഗിച്ച പ്രമുഖരായ സൈനിക വിഭാഗങ്ങളിൽപ്പെട്ട ഒന്ന് അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹുവിൻ്റെ. അതോടുകൂടി നമുക്ക് ഈ
പാർട്ട് ചുരുക്കാം. ഇൻഷാ അല്ലാഹ് വിശദമായി പഠിക്കേണ്ടതാണ്. ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിനെ എങ്ങനെയാണ് സഹാബിമാർ നടപ്പിൽ വരുത്തിയത്, മനസ്സിലാക്കിയത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി പറയുകയുണ്ടായത്. അലാബിൽ ഹദറമിയെ നിയോഗിച്ചത് ബഹ്റൈനിലേക്കായിരുന്നു. ബഹ്റൈനിൽ ഉണ്ടായിരുന്നത് മുൻദിർ ബിൻ സാവ എന്ന് പറയുന്ന രാജാവാണ്. അത് പേർഷ്യൻ രാജാവിന്റെ, കൈസറിന്റെ ഒരു ഉപരാജാവ്, മഹാരാജാവിന്റെ കീഴിലുള്ള ചെറിയ രാജാക്കന്മാരുണ്ടല്ലോ, നമ്മൾ പണ്ട് ചരിത്രത്തിൽ നോക്കിക്കാറുള്ളത്, അങ്ങനെയുള്ള രാജാവായിരുന്നു. മുൻദിർ ബിൻ സാവക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് എഴുതിയിരുന്നു. അതിന്റെ കോപ്പി നമുക്ക് കാണാൻ പറ്റും. മുൻദിർ ബിൻ സാവക്ക് കത്ത് ലഭിച്ചതോടുകൂടി അദ്ദേഹം അത് വായിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. മുൻദിർ ബിൻ സാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ തന്നെ അവിടെ രാജാവാക്കി. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള സ്വത്ത് കൊള്ളയടിക്കലാണ് മുസ്ലിങ്ങളെ ലക്ഷ്യമെങ്കിൽ എന്താ ചെയ്യുക? അവനവിടെ രാജാവാക്കൂല, ആ സ്വത്ത് പിടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇവിടെ അദ്ദേഹം മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാട്ടിലെ ഗവർണർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തന്നെ ഗവർണറാക്കി. ഏറെ വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ആ സമയത്ത് അദ്ദേഹവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുൻദിർ ബിൻ സാവയും മരിക്കുകയുണ്ടായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിമായിട്ടില്ല. പക്ഷേ ആ നാട്ടുകാർ വന്ന് കുറേ ആളുകൾ വന്ന് മുസ്ലിമായി. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഈ ഖത്തീഫിലുള്ള ജവാസ എന്ന പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്ന അബ്ദുൽ കൈസ് ഗോത്രക്കാർ. സഹീഹ് ബുഖാരിയിലൊക്കെ അഷജ് അബ്ദുൽ കൈസിന്റെ വഫദ് വന്ന് മുസ്ലിമായ സംഭവമൊക്കെ ഒരുപാട് വിശദമായി കാണാൻ പറ്റും. അഷജ് അബ്ദുൽ കൈസ് അദ്ദേഹത്തിന്റെ അവർ വരാനുള്ള കാരണം രാജാവ് മുസ്ലിമായപ്പോൾ അവരൊക്കെ ആ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ വന്ന് മുസ്ലിമായതാണ്. അങ്ങനെ ഈ മുൻദിർ ബിൻ സാവയുടെ മകൻ മുൻദിർ ബിൻ നുഅ്മാൻ ബിൻ മുൻദിർ ആണ് പിന്നീട് രാജാവായി വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് കേട്ടതോടുകൂടി അവൻ പറഞ്ഞു, മുഹമ്മദ് മരിച്ചു, ഇനി നമ്മൾ മുസ്ലിം ആവേണ്ടതില്ല എന്ന് പറഞ്ഞ് മുർത്തദായി. അവിടെയുള്ള ആളുകളെ മുർത്തദാവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മുസ്ലിമായ ഈ അബ്ദുൽ കൈസ് ഗോത്രക്കാരിൽ മിക്ക ആളുകളും അതിനെ കൂട്ടാക്കിയില്ല. അവർക്കിടയിൽ നിന്ന് പ്രസംഗിച്ചു. നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണത്തിന് തൊട്ട് മുമ്പ് അവിടെ വന്നിരുന്ന ജാറൂദ് ബിൻ മുഅല്ല എന്ന് പറയുന്ന സഹാബി അവർക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതോടുകൂടി ഇസ്ലാം ദീൻ അവസാനിക്കുന്നില്ല എന്ന് പ്രസംഗിക്കുകയും ആ നാട്ടുകാർ തിരിച്ചു വരികയും അവിടെയാണ് ഒന്നാമത് മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നീട് ജുമാ നടന്ന സ്ഥലം ജവാസയിലാണ് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. ആ പള്ളി ഇപ്പോൾ ഗവൺമെന്റ് പുനരുദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രങ്ങളായി അവിടെ തന്നെയാണ് പള്ളിയുള്ളത്. പോണ്ട ആളുകൾക്ക് അത് പോയിട്ട് കാണാൻ പറ്റും. ഒരു ചരിത്ര പഠനം എന്ന നിലയിൽ ആ പ്രദേശത്തുകാരാണ് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയും ആദ്യമായി ഈ 2 ഹറമുകൾക്ക് ശേഷം തായിഫിനും ശേഷം ജുമാ നടത്തിയ സ്ഥലം എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇതോടുകൂടി ഈ ഗ്രാമത്തെ ഉപരോധിച്ചു നേരത്തെ പറഞ്ഞ രാജാവ്. ആര്? മുൻദിർ ബിൻ നുഅ്മാൻ, മുൻദിർ ബിൻ സാവയുടെ മകൻ. ഇതാണ് മുർത്തദുകളുടെ ഒരു പൊതു സ്വഭാവമാണത്. അവരെ മുർത്തദായി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്തത് അവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലുകയാണ്. അങ്ങനെ അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് അയച്ചിരുന്നു, ഞങ്ങൾ ഉപരോധം കൊണ്ട് വലയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ സുമാമത്ത് ബിൻ ഉസാൽ, അവരൊക്കെ റബിയ ഗോത്രക്കാരാണ്. ഈ അബ്ദുൽ കൈസ് ഗോത്രക്കാര്, ബക്കർ ബിൻ വായിൽ, അതൊക്കെ ഈ ഷർക്കിയയിലുള്ള അറബ് ഗോത്രങ്ങളാണ്. അവര് സഹായത്തിന് വേണ്ടി സുമാമത്ത് ബിൻ ഉസാൽ ചെന്നിരുന്നു. അവർ സൈന്യവുമായി നേരിട്ട് അടുത്തെത്തി. മുസ്ലിങ്ങളുടെ ഭാഗത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. അവർ വലിയ പ്രയാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു സഹായിമാരുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം കിട്ടിയിരുന്ന സഹായിമാരിൽപ്പെട്ടതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, അവർക്ക് വെള്ളം ലഭിച്ചു. രാത്രി അവിടെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുപക്ഷത്തിന്റെ സൈന്യത്തിൽ വലിയ കോലാഹലം കേൾക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചില സഹായിമാരെ അത് എന്താണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ അവർ കാണുന്നത് കുടിച്ച് ലക്ക് കെട്ട പടയാളികളെയാണ്. മുസ്ലിങ്ങളോട് നേരിടാൻ വന്നിട്ടുള്ള മുർത്തദ്ദുകളായ മദ്യലഹരിയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെയാണ്. അവർ നേരം പുലരാൻ കാത്തു നിന്നില്ല. ആ സമയത്ത് തന്നെ ആക്രമിക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അവരിലെ വലിയൊരു വിഭാഗം അവിടെ നിന്ന് ഓടി, സ്വത്തും സമ്പത്തൊക്കെ അവിടെ എറിഞ്ഞിട്ട് അവരോടി രക്ഷപ്പെട്ടു. ആധുനിക സൗദി അറേബ്യയിലെ ഖത്തീഫിൽ താറൂത്ത് എന്ന് പറയുന്ന ചെറിയൊരു ദ്വീപുണ്ട്. അതൊരു ദ്വീപാണ്. ആ സ്ഥലം ചെറിയൊരു ദ്വീപാണ്. അങ്ങോട്ട് പോകണമെങ്കിൽ പാലം കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ദ്വീപിന് ആ കാലഘട്ടത്തിൽ പറയപ്പെട്ടിരുന്ന പേര് ദാറൈൻ എന്നാണ്. നമ്മൾ മാപ്പിൽ വേണമെങ്കിൽ കാണാം ആ സ്ഥലം. അങ്ങോട്ട് ഇവർ കപ്പലിൽ രക്ഷപ്പെട്ടു. മുസ്ലിങ്ങൾ പിന്തുടർന്ന് ചെന്നപ്പോൾ അവർക്ക് അങ്ങോട്ട് കടക്കാൻ മാർഗമില്ല. വജ്ജിയോ പായ്ക്കപ്പലോ ഒന്നുമില്ല. അവരവിടെ നിന്നു. രണ്ടും കൽപ്പിച്ച് അലാ ഇബ്നുൽ ഹദറമി റളിയല്ലാഹു അൻഹു പട്ടാളക്കാരോട് കുതിരപ്പുറത്ത് കടലിലേക്ക് ചാടാൻ പറഞ്ഞു. അവർ കടലിലൂടെ നീന്തി, ഒരു ദിവസത്തെ നീന്തൽ വേണം അക്കരയ്ക്ക് എത്താൻ, ദാറൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. നീന്തി അങ്ങോട്ട് കയറി.
കുതിരയുടെ കുളമ്പ് പോലും നനയാതെയാണ് അവർ കടലിലൂടെ നീന്തിയത്. ഈ സമുദായത്തിലെ, ഈ ഉമ്മത്തിൽ സംഭവിച്ച കറാമത്തുകളുടെ കൂട്ടത്തിൽ സ്ഥിരപ്പെട്ട കറാമത്തുകളായി പണ്ഡിതന്മാർ പറയുന്ന ഒരു സംഭവമാണിത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അസ്വദുൽ അനസി അബൂ മുസ്ലിം ഖൗലാനിയെ തീയിൽ പിടിച്ചിട്ട് കരിച്ചു, പക്ഷെ അദ്ദേഹം ഒരു രോമം പോലും കരിയാതെ പുറത്തു വന്ന സംഭവം. അതേപോലെ ഉണ്ടായിരുന്ന ഒരു കറാമത്താണ് ഈ കുതിരകളുടെ കാലുകൾ പോലും നനയാതെ അവർ നീന്തി അക്കരക്കേറിയത്. ഓരോ പടയാളിക്കും 4000 ദിർഹം വീതം ഗനീമത്ത് സ്വത്തായി ലഭിച്ചു. അങ്ങനെ വലിയ സമ്പത്തുമായാണ് മുസ്ലിങ്ങൾ വിജയത്തിൽ ആ പ്രദേശത്ത് നിന്ന് തിരിച്ചു വന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നീട് അസ്വദുൽ അനസിയുടെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കള്ളപ്രവാചകത്വം അവൻ വാദിച്ചത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ഗോത്രങ്ങളിലൊക്കെ ഉണ്ടായതൊക്കെ ചെറിയ ചെറിയ യുദ്ധങ്ങളാണ്. ഇതേപോലെയുള്ള വലിയൊരു വിനാശകാരമായ യുദ്ധത്തിലേക്ക് അതൊന്നും എത്തിയിരുന്നില്ല. അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായി നടന്ന യുദ്ധം അസ്വദുൽ അനസിയുമായി നടന്ന യുദ്ധമാണ്. ഇതൊക്കെയാണ് മുർത്തദ്ദുകളെ അമർ ചെയ്യാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ടത്. ബാക്കി അടുത്ത ദർസുകളിൽ നമുക്ക് അറേബ്യയുടെ പുറത്തേക്കുള്ള പടനീക്കവും ഇസ്ലാമിന്റെ വ്യാപനത്തെ സംബന്ധിച്ചുമാണ് സംസാരിക്കുവാനുള്ളത്. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.